ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി ആവശ്യപ്പെട്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ന് പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിച്ചിരുന്ന പാർലമെന്റ് മാർച്ചാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചത്. പാർലമെന്റിന്റെ പരിസരം രാജ്യത്തെ ഏറ്റവും സുരക്ഷാ പ്രധാനമായ തന്ത്രപ്രധാനമായ മേഖല, ആ മേഖലയിലാണ് ഇത്ര വലിയൊരു പ്രതിഷേധം ഇന്ന് കണ്ടത്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി. വിഷ്ണു, ഇപ്പോഴും ആ സംഘർഷ സാഹചര്യം തുടരുകയാണോ? പാർലമെന്റിന്റെ പരിസരത്ത് നിന്ന് പ്രതിഷേധക്കാരെ പൂർണ്ണമായി നീക്കിയിട്ടുണ്ട്. ഇപ്പോഴും പക്ഷേ ഡൽഹിയിലെ പ്രധാനപ്പെട്ട റോഡുകളിൽ പല സംഘങ്ങളായി തിരിഞ്ഞാണ് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട റൗണ്ട് അബൌട്ടിന് ചുറ്റുമായുള്ള റോഡുകളിലേക്ക് ഈ സംഘം ആകെ വിഭജിച്ചു പോയ ഒരു സാഹചര്യമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ അവർ ഒന്നിച്ചു ചേരാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ വീണ്ടും ജന്തർ മന്ദറിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനോടകം തന്നെ ഈ പ്രതിഷേധിച്ച ആളുകൾക്ക് നേരെ പല തവണ കണ്ണീർ വാതകം പോലീസ് പ്രയോഗിച്ചു കഴിഞ്ഞു. അത് കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല തവണ ലാത്തി ചാർജും നടന്നു കഴിഞ്ഞു. ഇപ്പോൾ പ്രവർത്തകർ ചെയ്യുന്നത് ഈ പല റോഡുകളിലേക്കായി പോലീസിന്റെ ലാത്തി ചാർജിനിടയിൽ അതോടൊപ്പം തന്നെ ടിയർ ഗ്യാസ് പ്രയോഗത്തിനിടയിൽ പല സംഘങ്ങളായി തിരിഞ്ഞവർ ഇപ്പോൾ വീണ്ടും ഒന്നിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഒറ്റക്കെട്ടായി ഇപ്പോൾ നേരത്തെ സമരം നടന്നിരുന്ന അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരപ്പന്തലായിരുന്ന ജന്തർ മന്ദറിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പോലീസ് ഇതിനോടകം തന്നെ നിരവധി തവണ ഈ കണ്ണീർ വാതകം പ്രയോഗിക്കുകയും അതോടൊപ്പം തന്നെ ഈ പ്രവർത്തകർക്ക് നേരെ ലാത്തിചാർജ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് രാവിലെ ഉണ്ടായിരുന്നത് പോലെ തീർത്തും സംഘർഷഭരിതമായ അന്തരീക്ഷമാണെന്ന് പറയാൻ വയ്യ. എന്നിരുന്നാൽ തന്നെയും വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. പാർലമെന്റിന്റെ മുന്നിലുണ്ടായിരുന്ന സംഘം പല സംഘങ്ങളായി തന്നെ തിരിഞ്ഞ് ഏകദേശം 5000-ന് മുകളിൽ വിദ്യാർത്ഥികളാണ് ഇന്ന് പാർലമെന്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നിന്ന് ആരംഭിക്കുമെന്ന് പറഞ്ഞ മാർച്ച് പല റോഡുകൾ വഴി നടന്നതോടുകൂടിയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും അവരെ പിടികൂടാനോ അല്ലെങ്കിൽ അവരെ കൃത്യമായി തടയാനോ സാധിക്കാതെ പോയത്. ഇപ്പോഴെന്തായാലും വിഭജിച്ചു നിന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ ഒന്നിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിനുശേഷം ഇവർ വീണ്ടും ജന്തർ മന്ദറിലേക്ക് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഡൽഹിയിൽ ഇതിനോടകം തന്നെ നടന്ന പോലീസ് നടപടിയിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നടത്തിയ കല്ലേറിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല തവണയാണ്, അതായത് ഓരോ നിശ്ചിത ഇടവേളയ്ക്ക് ശേഷവും കണ്ണീർ വാതകം പോലീസ് നിരന്തരമായി ഉപയോഗിച്ച് ഇതിനായി മാത്രം 4ഓളം വാഹനങ്ങൾ കണ്ണീർ വാതക ഷെല്ലിംഗ് നടത്തുന്ന 4ഓളം വാഹനങ്ങൾ മാത്രം ഡൽഹി പോലീസ് ഇന്ന് നഗര ഹൃദയത്തിൽ പ്രയോഗിച്ചു എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഡൽഹിയുടെ സമീപകാല ചരിത്രത്തിലൊന്നും പാർലമെന്റിന്റെ ഇത്രയും അടുത്ത പ്രോക്സിമിറ്റി വരെ ഈ സമരം എത്തിയതായി ഉള്ള ഒരു ചരിത്രമില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ പോലീസിന്റെ നടപടി ഇപ്പോൾ അവർക്ക് ഒരു ഏകോപന സ്വഭാവം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം കൃത്യമായി ഒരേ സ്ഥലത്ത് ഒരുപോലെ സംഘടിച്ചിരുന്ന വിദ്യാർത്ഥികളെ പല സംഘങ്ങളാക്കി തിരിക്കാൻ പോലീസിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു പ്രതിരോധ ശേഷി ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇത് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികളാണ്. പാർലമെന്റിന് മുൻപിൽ സ്ഥാപിച്ചിരുന്ന പോലീസ് ബാരിക്കേഡുകൾ മറച്ചിടുകയും ചില ബാരിക്കേഡുകൾ ചാടിക്കറക്കുകയും ചെയ്ത് പാർലമെന്റിന്റെ 50 മീറ്റർ ചുറ്റളവിലേക്ക് വരെ എത്തിയ സംഘമാണ്. പക്ഷെ ഇവരെ പല ഗ്രൂപ്പുകളാക്കി പോലീസിന്റെ നടപടിയിലൂടെ തിരിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ ഇവരെ ചെറു സംഘങ്ങളാക്കി തിരിച്ചുകൊണ്ട് പ്രതിരോധിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജ്യം JP നഡ്ഡയെ കണ്ടു എന്ന് നേരത്തെ തന്നെ CJP പ്രവർത്തകർ പറഞ്ഞിരുന്നു. പക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ മാധ്യമങ്ങൾ അങ്ങനെ ഒരു 10 മിനിറ്റ് കൂടിക്കാഴ്ച നടന്നു എന്ന് പറയുന്നു. ഇപ്പോഴും JP നഡ്ഡയുടെ വസതിയിലാണ് ഈ CJP വക്താക്കളായ 2 പേരുള്ളത് എന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് ഈ അശുതോഷ് രംഗയും സൗരവ് ദാസും ഇപ്പോഴും നഡ്ഡയുടെ വീട്ടിലുണ്ട് എന്ന് CJP എക്സിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കൂടിക്കാഴ്ച യഥാർത്ഥത്തിൽ നടന്നു? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ വരുന്നുണ്ടോ? കേന്ദ്ര സർക്കാർ വാദങ്ങൾ നിഷേധിക്കുന്നുണ്ട് എങ്കിലും കോക്രോച്ച് ജനതാ പാർട്ടി തങ്ങളുടെ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ട് വഴിയും അതോടൊപ്പം തന്നെ തങ്ങളുടെ വക്താക്കൾ വഴിയും അവകാശപ്പെടുന്നത് ഇപ്പോഴും തങ്ങൾ കൂടിക്കാഴ്ചയ്ക്കായി അശുതോഷ് റാങ്കയും അതോടൊപ്പം തന്നെ സൗരവ് ദാസും ഈ പാർട്ടിയുടെ CJPയുടെ ആദ്യ വാർത്താ സമ്മേളനം മുതൽ ഇതിന്റെ വക്താക്കളായി പ്രവർത്തിച്ച ഈ നേതാക്കൾ ഇപ്പോഴും ഈ JP നഡ്ഡയുടെ വസതിയിൽ തുടരുന്നുണ്ട് എന്നതാണ്. ഇത് സംബന്ധിച്ച് ചില സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട്. കാരണം നേരത്തെ ആദ്യം മുതൽ തന്നെ ഈ സമരം ആരംഭിക്കുന്ന ആദ്യം മുതൽ തന്നെ ഈ
വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് അവസരമൊരുക്കണമെന്ന് ഈ പറയുന്നത് പോലെ കോക്രോച്ച് ജനതാ പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിന് ആ സമയത്ത് എന്തായാലും കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, അതായത് സമരം ഇത്രയേറെ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്ക് സ്വാഭാവികമായും വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന ചർച്ചയിലേക്ക് വഴങ്ങേണ്ടി വന്നത് ഈ ഒരു സമരത്തിലുണ്ടായ വലിയ പങ്കാളിത്തം തന്നെയാണ് എന്ന് വേണം പറയാൻ. കാരണം ഉത്തർപ്രദേശിൽ നിന്നും ഹരിയാനയിൽ നിന്നും ബീഹാറിൽ നിന്നും അടക്കം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ബസ്സുകളിലായി ഓരോ ദിവസവും ഡൽഹിയിലേക്ക് ഇന്നലെയും ഇന്നുമായി എത്തിയിട്ടുണ്ടായിരുന്നത്. ഓരോ മണിക്കൂറിലും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഡൽഹിയിൽ എത്തിയതോടുകൂടി ജന്തർ മന്തർ നിറഞ്ഞു കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിന് ശേഷം, അത്തരം ഒരു സാഹചര്യത്തിന് ശേഷം ഇപ്പോഴത്തെ ഈ ഒരു ജന്തർ മന്തർ ഒഴിപ്പിച്ചതിന് ശേഷം വിദ്യാർത്ഥികൾ എങ്ങോട്ട് പോകണമെന്ന് സംബന്ധിച്ച് അറിയാത്തൊരു സാഹചര്യം. പക്ഷേ ഇവരെ കസ്റ്റഡിയിൽ എടുക്കാനോ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനോ പോലീസിന് സാധിക്കാത്തൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികളെ ഇപ്പോഴും ബലം പ്രയോഗിച്ച് പോലീസ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ എങ്ങോട്ടാണ്, അവർക്കും അറിയില്ല എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. കാരണം പോകാവുന്ന പ്രധാനപ്പെട്ട പാതകളെല്ലാം തന്നെ പോലീസ് ഇതിനോടകം തന്നെ അടച്ചിട്ടുണ്ട്. മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ ഓരോ സ്ഥലങ്ങളിലായി കണ്ണീർവാതകം ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ ലാത്തി ചാർജ് നടത്തിയും ഓരോ സ്ഥലങ്ങളിൽ നിന്നായി ഒഴിവാക്കി വിടുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഔദ്യോഗിക വക്താക്കൾക്ക് ഒരു വാർത്താ സമ്മേളനം നടത്താനോ അല്ലെങ്കിൽ ഔദ്യോഗിക പ്രസ്താവന ഇറക്കാനോ ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ ഇന്നത്തെ ദിവസം സാധിച്ചിട്ടില്ല. കാരണം ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവർക്ക് ഇപ്പോഴും ഇന്റർനെറ്റ് സേവനങ്ങൾ ഡൽഹിയിൽ ലഭ്യമല്ല എന്നത് തന്നെയാണ്. കാരണം ഡൽഹിയിൽ വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ഇപ്പോഴും ആ സംഘർഷ സാഹചര്യം ഒതുങ്ങിയിട്ടില്ല. നിലവിൽ CJPയുടെ പ്രധാനപ്പെട്ട സമരപന്തൽ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായി വാങ്ചുക്കടക്കം നിരാഹാരം കടന്നിരുന്ന പ്രധാനപ്പെട്ട സമരപന്തൽ ഇപ്പോൾ പൊളിച്ചു നീക്കിയിരിക്കുന്നു. അഭിജിത്ത് ദീപ് കെ കസ്റ്റഡിയിൽ എടുത്തു എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് അത് നിഷേധിക്കുകയാണ്.